വേനലവധിക്ക് ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിച്ചു. വേനലവധി കഴിഞ്ഞ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ഒമാനിൽ ചൂട് കാര്യമായി കുറഞ്ഞിട്ടില്ല. അടുത്ത മാസത്തോടെ ചൂട് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളുകൾ തുറന്നതോടെ നാട്ടിൽ പോയ കുടുംബങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചെത്തി തുടങ്ങി. ഒമാനിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിച്ചു. ഇന്ത്യക്കാരായ കുട്ടികളുടെ വർധനവുള്ളതുകൊണ്ട് ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിട്ടില്ല. ഇന്ത്യൻ സ്കൂൾ സീബിൽ ഞായറാഴ്ച മുതൽ ക്ലാസുകൾ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ സ്കൂൾ ദാർസൈത്ത് ചൊവ്വാഴ്ചയും ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര ആഗസ്റ്റ് 4-നും തുറന്ന് പ്രവർത്തിക്കും. മറ്റിന്ത്യൻ സ്കൂളുകളും അടുത്ത ആഴ്ചയോടുകൂടി പൂർണ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അതേസമയം വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നെങ്കിലും കനത്ത ചൂടാണ് പലയിടത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട ചൂട്. കനത്ത ചൂട് കുട്ടികളെ ബാധിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അടുത്ത മാസത്തോടെ ചൂട് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളുകൾ തുറന്നതോടെ നാട്ടിൽ പോയ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചെത്തി തുടങ്ങി. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലും സൂഖുകളിലും നഗരങ്ങളിലും തിരക്കും വർദ്ധിച്ചു. വേനലവധിക്ക് ശേഷം ഒമാനിലെ പല ഇന്ത്യൻ സ്കൂളുകളും തുറന്നു. മറ്റ് പല ഇന്ത്യൻ സ്കൂളുകൾ അടുത്ത ആഴ്ചയോടെ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങും. വേനലവധി കഴിഞ്ഞെങ്കിലും ഒമാനിലെ ചൂട് കാര്യമായ മാറ്റമൊന്നുമില്ല. അടുത്ത മാസത്തോടെ ഒമാനിലെ ചൂട് കുറയാനാണ് സാധ്യത. മസ്കറ്റിൽ നിന്നും ബിനു കൊട്ടാരക്കര, മീഡിയ 1.